അനുദിന വിശുദ്ധർ ഫെബ്രുവരി 8 വിശുദ്ധ ജെറോം എമിലിയാനി. വെനീസ് നഗരത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ദൈവഭയവുമില്ലാതെ വളർന്നു വന്ന ഒരു ഭടനായിരുന്നു വിശുദ്ധ ജെറോം എമിലിയാനി. നഗരത്തിലെ ഒരു കാവൽപ്പുരയിൽ വെച്ചുണ്ടായ ചെറിയ യുദ്ധത്തിൽ ശത്രുക്കൾ അദ്ദേഹത്തെ ചങ്ങലയാൽ ബന്ധനസ്ഥനാക്കുകയും കൽത്തുറങ്കിൽ അടയ്ക്കുകയും ചെയ്തു. കാരാഗ്രഹത്തിൽ വെച്ച് വിശുദ്ധ ജെറോമിന് കഴിഞ്ഞകാല ജീവിതത്തെപ്പറ്റി ചിന്തിക്കുവാൻ ധാരാളം സമയം ലഭിച്ചു. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് സാവധാനം അദ്ദേഹം പഠിച്ചു. കാരാഗ്രഹത്തിൽ നിന്നും രക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം വെനീസിലേക്ക് തിരികെ വരികയും തൻ്റെ അനന്തരവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. കൂടാതെ പൗരോഹിത്യ പട്ടത്തിനു വേണ്ടിയുള്ള തൻ്റെ പഠനവും ആരംഭിച്ചു. പൗരോഹിത്യ പട്ടം ലഭിച്ച് വർഷങ്ങൾക്ക് ശേഷം സാഹചര്യങ്ങളും സംഭവങ്ങളും അദ്ദേഹത്തെ പുതിയൊരു തീരുമാനമെടുക്കുവാനും പുതിയൊരു ജീവിത രീതി സ്വീകരിക്കുവാനും പ്രേരിപ്പിച്ചു. ഇറ്റലിയിലെ വടക്കൻ പ്രദേശങ്ങൾ പ്ലേഗിൻ്റെയും ക്ഷാമത്തിൻ്റെയും പിടിയിലമർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു അത്. വിശുദ്ധൻ തൻ്റെ സ്വന്തം ചിലവിൽ രോഗികളെ ശുശ്രൂഷിക്കുകയും ദരിദ്രർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു. തൻ്റെ സമ്പത്ത് മുഴുവനും പാവങ്ങൾക്കായി ദാനം ചെയ്തു. ശേഷിക്കുന്ന ജീവിതം അനാഥരായ കുട്ടികളുടെ സേവനത്തിനായി സമർപ്പിക്കുവാൻ അദ്ദേഹം തീരുമാനമെടുത്തു. വിശുദ്ധൻ 3 അനാഥാലയങ്ങൾ സ്ഥാപിക്കുകയും മാനസാന്തരപ്പെട്ട വേശ്യകൾക്കായി ഒരു അഭയസ്ഥാനം നിർമ്മിക്കുകയും ചെയ്തു. കൂടാതെ അദ്ദേഹം ഒരു ആശുപത്രി കൂടി പണി കഴിപ്പിച്ചു. ഏതാണ്ട് 1532 വിശുദ്ധ ജെറോമും വേറെ 2 വൈദികരും കൂടി അനാഥരെ ശുശ്രൂഷിക്കുന്നതിനും യുവാക്കളുടെ വിദ്യാഭ്യാസത്തിനുമായി ഒരു സന്യാസ സഭ സ്ഥാപിച്ചു. രോഗികളെ ശുശ്രൂഷിക്കുന്നതിനിടയ്ക്ക് രോഗബാധിതനായ വിശുദ്ധ ജെറോം എമിലിയാനി 1537 കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു. 1767 അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 1928 പിയൂസ് 11 മാർപ്പാപ്പ വിശുദ്ധനെ ഉപേക്ഷിക്കപ്പെട്ടവരും അനാഥരുമായ കുട്ടികളുടെ ആഗോള മധ്യസ്ഥനായി നാമകരണം ചെയ്തു.